3 മാസം കൊണ്ട് സ്കിന്ന് ട്രാൻസ്ഫോം ആകുമോ? ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചാൽ 3 മാസം കൊണ്ട് സ്കിൻ ട്രാൻസ്ഫോം ആക്കാൻ പറ്റുമോ? ഗ്ലൂട്ടാത്തിയോണിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഗ്ലൂട്ടാത്തിയോൺ കഴിക്കാറുണ്ടോ? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണാസ് എനർജിയിൽ. ഞാൻ വീണ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്ലൂട്ടാത്തിയോൺ എന്താണ്, നമ്മുടെ സ്കിന്നിന് അത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് വൈറ്റമിൻ സിനെക്കാളിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഗ്ലൂട്ടാത്തിയോൺ ശരിക്കും നമ്മളെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാനും നമ്മളുടെ ബോഡിയുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാനും നമ്മുടെ പിഗ്മെന്റേഷൻ ഒന്ന് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പ്രായമാവുന്നതനുസരിച്ചിട്ട്, നമ്മളുടെ സ്ട്രെസ് അനുസരിച്ചിട്ട്, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് അനുസരിച്ചിട്ട്, പൊല്യൂഷൻ അനുസരിച്ചിട്ട് ഈ ഗ്ലൂട്ടാത്തിയോണിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയും. അപ്പോഴാണ് ആക്ച്വലി നമ്മൾ പുറത്തു നിന്ന് ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെന്റ് കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉൾപ്പെടെ ആക്ച്വലി നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂട്ടാത്തിയോൺ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചധികം സപ്ലിമെന്റേഷൻസ് വേറെയും പല രൂപത്തിലുണ്ട്. പക്ഷെ എല്ലാം ഒരുപോലെ ഇഫക്റ്റീവ് അല്ല. എല്ലാത്തിൽ നിന്നും ഒരുപോലെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൽ ആക്ച്വലി ബ്രോക്കലി, സ്പിനാച്ച്, അതായത് ചീര, ആൽമണ്ട്, വേ പ്രോട്ടീൻ, ഒണിയൻ ഇതൊക്കെ ധാരാളം കഴിക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെന്റേഷൻ കിട്ടും. പക്ഷേ എല്ലാ സമയത്തും നമുക്കിത് ഒരുപോലെ കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. ചില സമയത്ത് അത് കുറയും, ചില സമയത്ത് അത് കൂടും. അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓൾസോ എല്ലാ ദിവസവും ഇത്തരം ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യവുമല്ല. അപ്പോഴാണ് നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ IV പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. IV എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അത് നോർമലി കുറച്ച് പെയിൻഫുൾ ആണ്, അതേപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതാണ് അതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെന്റ് എന്ന് പറയുന്നത് ലിപ്പോസോമൽ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയും. അത് നോർമലി പൗഡർ ഫോമിലും ഒക്കെ കിട്ടുന്നതാണ്. അത് നോർമലി കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതും നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു ഡേ ടു ഡേ ലൈഫിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയ ഒരു കാര്യവുമാണ് ലിപ്പോസോമൽ ഗ്ലൂട്ടാത്തിയോൺ. പിന്നെ കുറച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുകയും കുറച്ച് ചീപ്പായിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തിയോണിന്റെ ക്യാപ്സൂൾ അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അത് നോർമലി കഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോഡിയിലേക്ക് അബ്സോർബ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് കഴിക്കുന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും സ്കിന്നിന് ഉണ്ടാവണം എന്നില്ല. ഇനി അവസാനത്തെയും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് എഫവസൻ ടാബ്ലറ്റ് ആണ്. അത് ആക്ച്വലി കുറച്ചും കൂടി ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് കുറച്ചും കൂടി ചീപ്പാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ HK വൈറ്റൽസ് പോലെയുള്ള ബ്രാൻഡിന്റെ ആണെങ്കിൽ അതിനകത്ത് ആക്ച്വലി വൈറ്റമിൻ സിയും കൂടെ കമ്പൈൻ ചെയ്തേക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ അബ്സോർപ്ഷൻ നടക്കും. പെട്ടെന്ന് തന്നെ പിഗ്മെന്റേഷനെയും ഡാർക്ക് സ്പോട്സിനെയും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈ ഗ്ലൂട്ടാത്തിയോൺ സപ്ലിമെന്റ് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഡോസേജ് കറക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അതായത് ഓവർ ഡോസ് ആവാൻ പാടില്ല. അപ്പോൾ എത്രയാണ് കറക്റ്റ് ഒന്ന് ഡോസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 600 മുതൽ ഒരു 1000 വരെയാണ്. 500 to 1000 ഇതിൻ്റെ ഇടയിൽ നിൽക്കണം. അപ്പോൾ ഈ HK വൈറ്റൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് 600 ആണ് അതിൻ്റെ ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഒരു അളവ്. ആൻഡ് ഓൾസോ അതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്കിന്നൊന്ന് പ്ലംപ് ആക്കി വെക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അതിനകത്ത് വൈറ്റമിൻ സിയും കൂടെ കമ്പൈൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷനെ അത് കുറയ്ക്കുന്നില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് കൊടുക്കുന്നത് പോലെ ആവും. എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ് ഗ്ലൂട്ടാത്തിയോൺ ആക്ച്വലി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ അങ്ങനെയുള്ളത്. ജനറലി നമ്മൾ ഗ്ലൂട്ടാത്തിയോണിനെ കണക്കാക്കുന്ന ആക്ച്വലി സേഫ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും, നമുക്ക് കഴിക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ, നിങ്ങൾ ലാക്ടേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഡോക്ടറിനടുത്ത് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചിട്ട് വേണം ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ. അടുത്തത് എന്താണ് ഈ 3 months ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ എന്നുള്ളതാണ്. എത്ര കാലം ഗ്ലൂട്ടാത്തിയോൺ എടുത്താലാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് നോക്കാം. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബോഡിയിലും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months എങ്കിലും വിസിബിൾ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് 3 months എങ്കിലും എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 3 monthsന് ശേഷം ആക്ച്വലി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം എമൗണ്ടിൽ ഡോസേജ് കുറച്ചിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നു എന്നുള്ളത് ഓൾട്ടർനേറ്റീവ് ഡേയ്സോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു 2 or 3 ഒക്കെ മാത്രമാക്കി മാറ്റി അത്
കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കാം. 3 months കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നു, പിന്നെ മേ ബി ഒരു 3 months മറ്റെന്തെങ്കിലും സപ്ലിമെന്റ് ഒക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു 6 months മറ്റെന്തെങ്കിലും സപ്ലിമെന്റ് ഒക്കെ കഴിക്കുന്നു. അതിനുശേഷം വീണ്ടും അടുത്തൊരു 3 months ഇത് തന്നെ എടുക്കാം. അങ്ങനെ ഒരു സൈക്കിളിൽ കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ നിങ്ങൾ മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്, കൺസിസ്റ്റൻസിയാണ് ഇവിടെയും പ്രധാനം. പ്രത്യേകിച്ച് ഒരു ഓവർനൈറ്റ് ചേഞ്ച് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് സ്കിൻ കെയർ നോക്കുക, നല്ല ഡയറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, അതായത് ഷുഗർ ഒന്നും കഴിക്കാതെ അങ്ങനത്തെ ഒരു നല്ല ഡയറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റുക. ഇപ്പോൾ ഈ HK Vitals പോലെയുള്ള ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര നാച്ചുറലി ഗ്ലോ ആയി വരുന്നതായിട്ട് കാണാനും പറ്റും. ആൻഡ് ഓൾസോ എക്സ്ട്രാ സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിനകത്ത് തന്നെ വൈറ്റമിൻ സിയും ഗ്ലൂട്ടാത്തിയോണും രണ്ടും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ഡോസേജിൽ ആക്ച്വലി വൈറ്റമിൻ സി കിട്ടുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഇപ്പോൾ ലിംസി പോലുള്ള ടാബ്ലറ്റ് കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഞാൻ ഗ്ലൂട്ടാത്തിയോൺ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ ഗ്ലൂട്ടാത്തിയോൺ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആക്ച്വലി ഞാൻ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ HK Vitals എന്ന് പറഞ്ഞ ഗ്ലൂട്ടാത്തിയോണിന്റെ ടാബ്ലറ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എഫവസൻ ടാബ്ലറ്റ് ആണ്. ഇതാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ HK Vitalsന്റെ ഗ്ലൂട്ടാത്തിയോൺ കഴിക്കാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. ഈ 2 ആഴ്ചയിൽ എനിക്ക് മനസ്സിലായ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് എൻ്റെ സ്കിൻ കെയർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ചൊന്ന് ഡൾ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ മേ ബി ഇതിനകത്തുള്ള ഹൈലറോണിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറച്ചും കൂടി ഈവൻ ടോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ വരുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം മാറി. അതും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു 2 weeks അടുക്കാറാവുന്നതേ ഉള്ളൂ. 2 weeks ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പം തന്നെ ആക്ച്വലി ഒരു നാച്ചുറൽ ഗ്ലോ വന്നതായിട്ട്. ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പിഗ്മെന്റേഷൻ മാറിയെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് എനിക്ക്. വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ സമ്മറാണ്, നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് കുടിക്കാനൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ബട്ട് ഞാൻ ഈ പറഞ്ഞ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ അധികം കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് HK Vitalsന്റെ എഫവസൻ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. ബിക്കോസ് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് കുടിക്കുന്നത് പോലെ അത്രയും സുഖകരമായിട്ട് കുടിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിനകത്തുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഷുഗറും ഇല്ല. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ആക്ച്വലി കുടിക്കാൻ പറ്റും. 1 ഗ്ലാസ് വെള്ളത്തിൽ ഡെയിലി ഒരു എഫവസൻ ടാബ്ലറ്റ്. ഗ്ലൂട്ടാത്തിയോൺ ഡ്രിങ്കൊക്കെ എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡെയിലി മോർണിംഗ് ആണ് കുടിക്കാറുള്ളത്. എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ കൂട്ടത്തിലാണ് ഇത് ഞാൻ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിനൊരു ഓറഞ്ച് ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും കുറച്ചും കൂടി റിഫ്രഷിംഗ് ആയിട്ടും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങേണ്ടവർക്ക് hkvitals.com എന്ന അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ആൻഡ് എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.